രാമൻ രക്ഷപ്പെടുന്നു. രാമന് വധശിക്ഷ വിധിക്കുമ്പോൾ 2 രാജസേവകന്മാർ അതെല്ലാം കേട്ട് കൊട്ടാരത്തിൽ നിൽപ്പുണ്ടായിരുന്നു. രാജപുരോഹിതനോട് അവർക്ക് ദേഷ്യമാണ്. മുമ്പൊരിക്കൽ തെനാലിരാമനെ രാജപുരോഹിതന്റെ ഭടന്മാർ പുറത്തേക്കെറിഞ്ഞ രംഗം സഹതാപത്തോടെ കണ്ടുനിന്നിട്ടുള്ളവരാണവർ. അവർ രണ്ടാളും ഭടന്മാരുടെ പിറകെ കൂടി. രാമനെ രക്ഷപ്പെടുത്താൻ അവർ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവർ ഒരാടിനെ വാങ്ങി നിർത്തി. കാട്ടിലേക്ക് തെനാലിരാമനെ വെട്ടിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അവർ പിറകെ ആടുമായി നടന്നു. തെനാലിരാമനെ വിട്ട് പകരം ആ ആടിനെ വെട്ടിക്കൊന്ന് ചോര പുരണ്ട വാൾ സേനാനായകനെ കാണിക്കാൻ സേവകർ ഭടന്മാരെ ചട്ടം കെട്ടി. ഭടന്മാർ തടസ്സം പറഞ്ഞെങ്കിലും ഒടുക്കം സമ്മതിച്ചു. തെനാലിരാമനോട് നാട്ടിലെങ്ങും നിൽക്കരുതെന്നും അവർ പറഞ്ഞു. തെനാലിരാമൻ ഭടന്മാരിരുവർക്കും 10 വരാഹൻ വീതം പാരിതോഷികമായി നൽകി അവിടെ നിന്നും യാത്രയായി. ഭടന്മാർ ആടിനെ വെട്ടി ചോര പുരണ്ട വാൾ കൊണ്ടുപോയി മുഖ്യ സേനാധിപനെ കാണിച്ചു. തെനാലിരാമൻ മരിച്ചെന്ന് എല്ലാവരും കരുതി. ചിലർ ദുഃഖിച്ചു. എന്നാൽ രാജപുരോഹിതൻ അത്യധികം സന്തോഷിക്കുകയാണുണ്ടായത്. തന്റെ എതിരാളി മരിച്ചു കിട്ടിയല്ലോ എന്നാണ് അയാൾ ചിന്തിച്ചത്.